നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി. നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി നിങ്ങളുടെ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചു തരണം. യാതൊരു കാരണവശാലും ഫോണിൽ വിളിക്കരുത്. കാരണം ഞാൻ തിരക്കിലിരിക്കുന്ന സമയം നിങ്ങൾ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ പോലും അതെനിക്ക് പെട്ടെന്ന് കാര്യം മറുപടി പറയാൻ പറ്റില്ല. മിക്ക ആൾക്കാരും ഇങ്ങനെ എന്നെ വിളിച്ചാണ് കാര്യം ചോദിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പ്രശ്നം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും വീട്ടിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതേപോലെ ഒരാളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയുന്ന കാര്യത്തിന് മറുപടി പറയാൻ പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും മെസ്സേജ് വാട്സപ്പിൽ തന്നെ ചെയ്യണം. അതൊരു നല്ല കാര്യമാണ്. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് വേഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും സഞ്ചാരകാലം കൊണ്ട് വൃശ്ചിക കൂറുകാർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളുമാണ്. വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ 6 മണിക്കൂർ അല്ലെങ്കിൽ 15 നാഴിക, അനിഴം, തൃക്കേട്ട ഈ 2.25 നക്ഷത്രം ചേരുന്നതാണ് വൃശ്ചികക്കൂറ്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് വേഴഗ്രഹം ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം മുതൽ 7-ലാണ് സഞ്ചരിക്കുന്നത്. രാഹു 5-ലാണ് സഞ്ചരിക്കുന്നത്. ശനി 4-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ വേഴൻ ഭാഗ്യകാരകനും ധനകാരകനും ഐശ്വര്യകാരകനും സമ്പത്തുകാരകനൊക്കെയാണ്. വേഴത്തിൻ്റെ സഞ്ചാരകാലം നമുക്ക് വളരെ അനുകൂലമായിട്ടാണ് വരുന്നത്. 7-ലാണ് വേഴൻ സഞ്ചരിക്കുന്നത്. വേഴൻ 7 സഞ്ചരിക്കുന്ന കാലം വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടും. ഈശ്വര ചൈതന്യമുള്ളൊരു ഗ്രഹമാണ് വേഴൻ. അത് തെളിഞ്ഞു നിൽക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് സപ്ലൈ നമുക്കുണ്ടെങ്കിൽ എന്ത് മോട്ടോർ വേണമെങ്കിലും വീട്ടിലെ ഗ്രഹോപകരണങ്ങളും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് പോലെ ഈശ്വരാനുഗ്രഹം ഉള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉള്ളതായി മാറും. അങ്ങനെ വേഴൻ 7 നിൽക്കുന്ന സമയം ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കണമെന്ന് പറയും. നമ്മളൊരു പവർ യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുന്നത് പോലെ നമുക്ക് നേട്ടങ്ങൾ കിട്ടും. 7ാമത്തെ രാശി വേഴൻ നിൽക്കുമ്പോൾ ഗുരു ശുക്രൈ കേന്ദ്രകൈവാ സുഖിതാഹ സത്ര ആതുരോ വാച്യാന്നാണ്. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് ബൃഹസ്പതി വേഴത്തിനെയാണ്. ശുക്രൻ ശുക്രഗ്രഹത്തെ തന്നെയാണ്. അത് കേന്ദ്രകൈവ, കേന്ദ്രം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ 1, 4, 7, 10 ഈ രാശികളിൽ നിൽക്കുമ്പോൾ സുഖിതാഹ തത്ര ആതുരോ എത്ര മഹാരോഗിയാണെങ്കിലും സുഖിയായിട്ട് ഭവിക്കുമെന്നാണ്. ഇപ്പോൾ ഒരു രോഗിക്ക് ഔഷധവും ചികിത്സയൊക്കെ ചെയ്താൽ സുഖിക്കുന്നതും രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും ഒക്കെ വൈദ്യൻ്റെ പ്രാർത്ഥനയും മരുന്നും മന്ത്രത്തിൻ്റെയും ചൈതന്യം കൊണ്ടാണ്. അപ്പോൾ എത്ര രോഗിയായിട്ട് കിടക്കുന്ന ഒരാളും രോഗം മാറി സ്വസ്ഥത കിട്ടുന്ന ഒരു സമയമാണ്. വലിയ സർജറിയൊക്കെ വേണമെന്ന് പറയണവർക്ക് ഇപ്പോൾ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുന്ന സമയമാണ്. അങ്ങനെ സുഖിയായിട്ട് ഭവിക്കും. സുഖിക്കണം എന്ന് പറയുമ്പോൾ രോഗമില്ലാത്ത ആൾക്കാരെല്ലാവരും സുഖിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രോഗമുള്ളവർക്ക് അസുഖം മാറി സുഖം കിട്ടണം നല്ലതാണെങ്കിലും സമ്പത്തിനും സന്തതിക്കും ഭാഗ്യത്തിനും അഭിവൃദ്ധിക്കും ജോലിക്കും എല്ലാ തരത്തിലും നമുക്ക് പുരോഗതി കിട്ടുമ്പോഴാണ് ഒരാൾ സുഖിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ബുദ്ധിയും പുത്രനും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രിത്വം നയവും വസയും ഗുരുവെന്നാണ്. അപ്പം ബുദ്ധി കിട്ടും. പുത്രന്മാരെന്ന് വെച്ചാൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് മക്കൾ
നല്ല മക്കളുണ്ടാകാനുള്ള യോഗം ഉണ്ട്. ഉള്ള മക്കൾക്ക് നല്ല അഡ്മിഷനും ജോലിയും, അവർക്ക് വിവാഹവും കാര്യങ്ങളും പുരോഗതിയും ഉണ്ടാവും. വിവാഹം നടക്കാത്തവർക്ക് വേഴൻ 7 വരുമ്പോൾ സൗമ്യേ സപ്തമകേ വിവാഹഘടനം നഷ്ട അർത്ഥലാഭ സുദുർഭോഗവ്യാപ്തി സുഹൃതം ജ്ഞാനാധികം സ്യാൽ ഫലം. അപ്പോൾ വിവാഹ സൗഖ്യം, കുടുംബ സൗഖ്യമൊക്കെ കിട്ടും. ചെറിയ പൊരുത്തക്കേടുകളും കലഹങ്ങളും വിരോധങ്ങളും കൊണ്ട് ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ഉള്ള ബന്ധം സ്നേഹിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഭർത്താവിൻ്റെ തെറ്റുകുറ്റങ്ങൾ എന്തെന്ന് ഭാര്യ ഭർത്താവിനെ ധരിപ്പിക്കുകയും ഭാര്യയുടെ തെറ്റുകുറ്റങ്ങൾ എന്തെന്ന് ഭർത്താവ് ഭാര്യയെ ധരിപ്പിക്കുകയും ചെയ്ത് ചെറിയ ഒരു താല്പര്യങ്ങളും ചെറിയ കാര്യങ്ങൾക്ക് ഉപദേശങ്ങളും ഉപദ്രവങ്ങളില്ലാതെ സ്നേഹബന്ധങ്ങളും ഒക്കെ തുടർന്നാൽ നമുക്കൊരു വിഷമവും വരൂല. ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങൾ കൊണ്ട് കുടുംബ കോടതിയിൽ ഇറങ്ങിക്കയറുന്ന ആൾക്കാർക്കും ഈ സമയത്ത് സ്നേഹം ജീവിക്കണം എന്ന് തോന്നും. ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്, ഞാൻ തന്നെയാണ് വിരോധിച്ചത്, ഞാൻ തന്നെയാണ് ഈ അക്രമങ്ങളൊക്കെ കാണിച്ചത് എന്നും നമുക്ക് സ്വയം നമ്മളെ തെറ്റുകൾ തിരുത്തി നല്ലതാക്കാനുള്ള മനസ്സുണ്ടാകും. അങ്ങനെ വിവാഹ സൗഖ്യം, കുടുംബ സൗഖ്യം കിട്ടും. ഒരു വിവാഹത്തിന് പല ജാതിക്കാർ, മതക്കാർ, രാഷ്ട്രീയക്കാർ, സംഘടനക്കാർ, സമുദായക്കാർ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത് പോലെ നമ്മളെ കുടുംബമായിട്ടും നമ്മളുമായിട്ടും ശത്രുത പുലർത്തുന്ന രാഷ്ട്രീയക്കാർ, സംഘടനക്കാർ, സമുദായക്കാർ, ബന്ധുക്കൾ എല്ലാവരും നമ്മളോട് സ്നേഹം കാണിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വിരോധം കാണിക്കാതിരുന്ന അവരുടെ സ്നേഹം, സഹായവും നമുക്ക് കിട്ടാനും നമ്മളെ സ്നേഹവും സന്തോഷവും കൊണ്ട് അവർക്കൊരു സന്തോഷം കിട്ടാനും ഒക്കെ നമുക്ക് വലിയ പുരോഗതി കിട്ടും. ഈ വൃശ്ചികക്കൂറുകാർ തേളാണ് വൃശ്ചിക രാശിയുടെ രൂപം. ഇവർ സ്നേഹിച്ചാൽ ഇവരെ പോലെ സ്നേഹമുള്ളവരില്ല. വിരോധിച്ച മഹാദുഷ്ടന്മാരും ക്രൂരന്മാരും വാശിക്കാരും ഒക്കെയാണ്. ചൊവ്വയാണ് വൃശ്ചികക്കൂറിൻ്റെ അധിപൻ. ക്രൂരതിർ തരുണമൂർത്തി ഉദാരകാഹ പൈത്തിക സുചബലഹ കൃശമദ്യഹാന. ക്രൂരദീർഘെന്ന് വെച്ചാൽ ഒരു ഉഗ്രമായ നോട്ടം, തരുണമൂർത്തി പ്രായം തോന്നിക്കാത്ത യൗവനയുക്തമായ ശരീരം, ആരോഗ്യം, ഉദാരമതിയാണ്. സ്നേഹിക്കണവർക്ക് എന്തു സഹായം വേണോ ചെയ്യാൻ ഒരു മടിയില്ലാതെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരും. പൈത്തിക പിത്തപ്രകൃതിയാണ്. ശരീരത്തിൽ കഫം കൂടി പിത്തം കൂടി ശരീരത്തിന് ചില ശ്വാസം മുട്ട് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കഫം കൂടുന്ന ആഹാരങ്ങൾ കുറച്ച ആ പിത്തത്തിൻ്റെ കുഴപ്പം അങ്ങ് മാറി കിട്ടും. സുചബല വേണോ വേണ്ടേ, പോണോ പോണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ ചിന്തിച്ച് അത് ഒരു കാലത്തും ഒരു ഗുണവും കിട്ടാത്ത തരത്തിലും അല്ലെങ്കിൽ ദോഷം വരുത്തുന്ന തരത്തിലുമൊക്കെ ചിന്തിച്ച് കുടുംബം തകർത്ത് കളയാതെ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് വാശിയുള്ളവരാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ വാശിയും വിരോധവും മാറ്റിവെക്കണം. കലഹിച്ചിരിക്കുന്നവരോട് സ്നേഹമായിട്ടും ബന്ധുക്കളോട് സ്നേഹമായിട്ടും പ്രവർത്തിച്ച് അവരിൽ നിന്നും നമുക്ക് അവരിൽ നിന്നും പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് സഹായങ്ങൾ നമുക്ക്. പൈത്തികസ്തു ചബലക കൃഷമത, ചബല മനസ്സുള്ളവരാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് എടുത്തുചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവരോട്, ഗുരുജനങ്ങളോട്, ബന്ധുക്കളോട്, സാറന്മാരോടൊക്കെ ചോദിക്കുക. അതിൻ്റെ അധികാരികളോട്, നിയമവശത്തുള്ള കാര്യമുണ്ടെങ്കിൽ വക്കീലിനോട്, അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് ചോദിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ജ്യോത്സ്യന്മാരോടും ചോദിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാം. അങ്ങനെ നമുക്ക് വേറെ 7 വരുമ്പോൾ സൗമ്യ സപ്തമകെ വിവാഹഘടന, വിവാഹസൗഖ്യം കിട്ടും. അർത്ഥലാഭക നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ പൈസ കിട്ടും, ജോലി കിട്ടും, അഡ്മിഷൻ കിട്ടും, വിജയ നേട്ടങ്ങൾ കിട്ടും. നല്ല പ്രൊമോഷൻ കിട്ടിയില്ല, സാലറി കിട്ടിയില്ല എന്നൊക്കെയുള്ള വിഷമം കഴിഞ്ഞ 7-6 നിന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും നമുക്ക് കുറേശ്ശെയാണെങ്കിലും വലിയ നേട്ടങ്ങളായിട്ട് കിട്ടാനും കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ സഹായിക്കാനും അധികം ചെയ്യാൽ ഫലാധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടും. അത് വേഴത്തിൻ്റെ സഞ്ചാരകാലം കൊണ്ട് നമുക്ക് സന്താനത്തിനും സമ്പത്തിനും
വിദേശയാത്രാ പ്രവൃത്തി കാര്യാദികൾക്കും ഗ്രഹദുർബലവത് ശുഭസംയുക്തേ ഗ്രഹകരണം സംഭവേശ ഭാര്യാഹ എന്നാണ്. അപ്പോൾ ഈ ഏഴിൽ വേഴം നിൽക്കുമ്പോൾ ശിവനായ ഒരു ഗ്രഹം ഏഴിൽ നിൽക്കുമ്പം സ്വന്തമായിട്ട് നമുക്ക് വീട് മാത്രമല്ല, ഭാര്യയ്ക്കും ഒരു വീട് വാങ്ങിച്ചാൽ കൊള്ളാം, വച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ നമ്മുടെ പേരുള്ളത് ഭാര്യയ്ക്ക് കൊടുത്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഭർത്താവിന് കൊടുത്താൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്ന ബന്ധങ്ങളുടെ ആഴം കുറച്ച് കൂടി നല്ലതായിട്ട് വരും. അങ്ങനെയൊക്കെ വരും. രാഹു 5 നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അലസത, ദേഷ്യം, ശത്രുക്കൾ, സന്താനകാരകൻ 7 നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് നല്ലത് വരുമെങ്കിലും പിള്ളേർ പറയുന്നത് അച്ഛൻ കേൾക്കൂല, അമ്മയ്ക്ക് കേൾക്കൂല, പിള്ളേർക്ക് ചെറിയ വിരോധവും കലഹവും ഒക്കെ ഉണ്ടാവും. സന്താന സ്ഥാനത്ത് സർപ്പം നിൽക്കുമ്പോൾ പിള്ളേർക്ക് അസുഖങ്ങൾ, ആപത്ത്, അപകടം, അവർക്ക് ഒരുപാട് കുരുക്കുകൾ, ശത്രുതകളൊക്കെ വരും. അത് മക്കളുടെ ജാതകത്തിൽ നല്ല സമയമൊക്കെ ആണെങ്കിൽ അവർക്കത് ബാധിക്കില്ല. എങ്കിലും ആരൂഢേ മീനവേ പൃഷ്ട പങ്കുകുസ്യാൽ പാപവീക്ഷിതോ കൂപാദോ പതനം വാച്യ ആരൂഢോ അളിനി ഇന്ദുഹേ എന്നാണ്. കർക്കിടകം, വൃശ്ചികം, മീനം ഈ രാശികൾ ലഗ്നമായിട്ടും ആരൂഢമായിട്ടും വരികയും അവിടെ പാവഗ്രഹങ്ങൾ നിൽക്കുകയും മീനൻ രാശിയാണെങ്കിൽ മീനൻ രാശിയിലാണെങ്കിൽ അതുകൊണ്ട് വെള്ളത്തിൽ വീണ് അപകടങ്ങളുണ്ടാകും, കറണ്ട് തീ ഇതൊക്കെ അടിക്കുക, പിള്ളേരോട് തന്നെ വാശി കാണിച്ച് പിള്ളേരെ നമുക്ക് വഴക്കൂടാൻ, ചില അക്രമങ്ങൾ കാണിക്കാൻ, പിള്ളേരെ ഉപദ്രവിക്കാനൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് പിള്ളേരുടെ വഴക്കിനൊന്നും പോകരുത്. അവർ പറയണതൊക്കെ നമ്മൾ മാന്യമായ രീതിയിൽ സ്നേഹത്തോടു കൂടി കേട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം. ഒരു വലിയൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ പറ്റൂല എന്ന് പെട്ടെന്ന് ചാടിക്കാതെ പറയും, ശരി മക്കളെ നമുക്ക് അത് വേണ്ട ചെയ്യാം എന്ന് പറഞ്ഞ് സമാധാനം ചെന്നിട്ട് നിങ്ങൾ വേണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് ചെയ്യും. ഒരു കല്യാണം കാര്യം അച്ഛാ എനിക്കൊരു കല്യാണം നടത്തണം, ഒരു ചെറുക്കനുമായിട്ട് സ്നേഹം മോള് പറഞ്ഞാലും അല്ലെങ്കിൽ മോൻ പറഞ്ഞാലും ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവരുടെ തൃപ്തിയോടുകൂടി സ്നേഹത്തോടുകൂടി സമീപിച്ച് ഏതായിരുന്നാലും നമുക്ക് നടത്തണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് സഹകരിച്ച് പോകണേന്ന് നല്ലത്. കാരണം പഞ്ചമ സംസ്കൃത പാവ പുത്രവിനാശം കരോതി ബലഹീന എന്നാണ്. പുത്രന്മാർക്ക്, സന്താനങ്ങൾക്ക് നാശം ഉണ്ടാക്കുന്നതാണ് ഈ രാഹു 5 നിൽക്കുമ്പോൾ. മക്കൾ വണ്ടി ഓട്ടിക്കണയൊക്കെ സൂക്ഷിക്കണം. അതുകൊണ്ട് സന്താന ഗോപാല മൂർത്തി പൂജ, ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം. വിഷ്ണുവിനെ ഭജിക്കണം, നാഗര ഭജിക്കണം, സർപ്പദേവതകൾ ഭജിക്കണം. ശനി 4 നിൽക്കുമ്പോൾ ശശമാഹായോഗം എന്ന് പറയുന്ന ഒരു യോഗത്തിൻ്റെ അനുഭവം കിട്ടും. ഇപ്പം ശനി 4 നിൽക്കുന്നത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതൊന്നും വലിയ ദോഷമല്ല. എന്നാലും കണ്ടക ശനി എന്ന് പറയുന്ന ഒരു ചെറിയ കുഴപ്പമുണ്ട്. ശനി 4 നിൽക്കുമ്പോൾ ശ്രോണി ഗ്രാമ പുരാധികാര ജനിത പൂജ കുധാന്യാഗമാണ്. സ്വക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്ന ശനിയുടെ ഗുണം ധനവും പണവും പ്രതാപവും അധികാരവും ഒക്കെ കിട്ടും. രാഷ്ട്രീയക്കാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ല വളർച്ച, ഉയർച്ചയും സ്ഥാനമാനങ്ങൾ, അധികാരങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് നല്ല അധികാരവും സ്ഥാനമാനം, ഐശ്വര്യം ഒക്കെ കിട്ടും. പക്ഷെ കണ്ടക ശനി ആയതുകൊണ്ട് നമ്മൾ അധികാരവും പ്രതാപവും കീർത്തിയും സ്ഥാനമാനങ്ങളും കുത്തിത്തള്ളിയിടാനും നമുക്ക് കിട്ടേണ്ടുന്നത് നമ്മളിൽ നിന്നും അകറ്റി മാറ്റാനും കൂടെ നിൽക്കുന്നവരെ നമ്മളിൽ നിന്നും മാറ്റിപ്പിടിക്കാനും നമ്മളെങ്ങനെയൊക്കെ ഏഷണിയും ഭീഷണിയും കാര്യവും പണിഞ്ഞ് തകർക്കാനും ശ്രമിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മളും കൂടെ നമുക്ക് കിട്ടുന്ന ജോലി, അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ടാന്ന് തോന്നി ഉപേക്ഷിക്കാനോ രാജിവെച്ച് പോരാനോ ശ്രമിക്കരുത്. എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ താങ്ങി തൂങ്ങിയൊക്കെ നിൽക്കാതെ കാര്യങ്ങൾ നേടണം. എനിക്ക് കിട്ടിയ ആ സമയം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും എനിക്ക് നേടിക്കിട്ടണമെന്ന് വിചാരിച്ച് നിന്നാൽ നേടിക്കിട്ടാൻ ചെയ്യും. വീട് വപ്പിന് തടസ്സം വരാനുള്ള യോഗം ഉള്ള വീടും വസ്തുവും വിറ്റിട്ട് വേറെ വീടും വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും ശ്രമിക്കുന്ന സമയം, ഇങ്ങനെയൊക്കെയുള്ള സമയം. അപ്പോൾ കണ്ടക ശനിയിൽ ക്ഷേത്രാനാമവി വാഹനസജ വിഭക്തി എന്നാണ്. വീട് ആപത്ത്, വാഹനത്തിന് ആപത്ത്, അതുകൊണ്ട് വണ്ടി ഓട്ടിക്കുന്നത്, ഗൃഹനിർമ്മാണം കാര്യത്തിന് തടസ്സം വരുന്നത് കൊണ്ട് ആരെയും വിശ്വസിച്ച് ഒരു കോൺട്രാക്ടറെ, എൻജിനീയറെയൊക്കെ നമ്മൾ ഏൽപ്പിച്ച അവർ പൈസയും കൊണ്ടൊക്കെ അവർ പോവും, അവർ രക്ഷപ്പെടും, നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ രേഖാമൂലം നമ്മൾ ചെയ്യണം. പ്രവർത്തന രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും പൊതുപ്രവർത്തന രംഗങ്ങളിലുമൊക്കെ നമുക്ക് വലിയ അധികാരങ്ങൾ കിട്ടാൻ യോഗമുള്ള സമയമാണ്.
എന്തുകൊണ്ടും നമ്മളൊന്ന് പരിശ്രമിച്ച് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാം. തടസ്സങ്ങൾ മാറാൻ കാലഭൈരവ സ്വാമിയെ ഭജിച്ചാൽ നല്ലതാണ്. കണി, ശനി, രാഹു, കേതു, കാലസ്ഥ രാഹു, ഗുളികസ്ഥ മൃത്യു, ദിവാതകസ്യ യമകണ്ഠകോപി. കാലൻ, രാഹു, ഗുളിയൻ ഇതൊക്കെ മൃത്യുവിനെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിന് കാലനെയും കറുപ്പനെയും ഒക്കെ ഭജിച്ച് ഈ മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, സന്താന ഗോപാലമൂർത്തി പൂജ, സർപ്പപൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ വിഷമതകൾ മാറും. ജാതകം പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല യോഗങ്ങളും ദശാകാലങ്ങളും ഒക്കെ നല്ലതാണെങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ കാലങ്ങളിൽ ഉണ്ടാകുന്ന വ്യാഴമാറ്റം, ശനിമാറ്റം, രാഹുമാറ്റം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും ജാതകത്തിൽ നല്ല കാലമാണെങ്കിൽ അതിൻ്റെ ഗുണം കൊണ്ട് ദോഷങ്ങൾ കുറഞ്ഞിരിക്കുകയാണ്. ജാതകത്തിലും ജീവിതത്തിലും വലിയ ദോഷമുള്ള സഞ്ചാരങ്ങളാണ് ഗ്രഹങ്ങൾക്കുള്ളതെങ്കിൽ വിനയും ദോഷങ്ങളും വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കി നിങ്ങളുടെ ശാസ്താവ്, കാലഭൈരവൻ, സർപ്പദേവതകൾ, മഹാവിഷ്ണു, കുടുംബദേവതകളെയൊക്കെ ഭജിച്ചാൽ നോക്കി ഈ ഗ്രഹപ്പഴകളിൽ നിന്നും മാറിക്കിട്ടും. വലിയ ഗ്രഹപ്പഴ ഇല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾക്കിപ്പോൾ നല്ല നേട്ടങ്ങൾ കിട്ടുന്ന സമയം. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധികളും കിട്ടണേ എന്ന് നൽകണേ എന്ന് ഞങ്ങളുടെ പരദേവതയായ കാലഭൈരവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന്, ക്ഷേത്രകാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.